ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പം നിങ്ങളോട് സംസാരിക്കുന്നത് ചെറിയൊരു വിഷയമാണ്. ചെറിയ വിഷയമല്ല, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിനുണ്ടാകാവുന്ന ഏറ്റവും വലിയ അപകടങ്ങളെക്കുറിച്ച് സൂചന നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് തന്നു കഴിഞ്ഞ് അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. കാരണം വേടനെക്കുറിച്ച് തന്നെയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ പിക് ലെവലിൽ നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ. അദ്ദേഹത്തെ ഏതെങ്കിലും വിധേന താഴെ ഇറക്കുകയാണെന്നാണ് മറ്റുള്ളവരുടെയൊക്കെ ആഗ്രഹങ്ങൾ. അതുകൊണ്ട് അതിനെക്കുറിച്ചാണ് ഞാനിപ്പം പറയുന്നത്. കാരണം ഒരു 3 തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ടത്. അദ്ദേഹത്തെ എങ്ങനെയൊക്കെ തകർത്ത് കളയാമെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണത്. ഒന്നാമത്തെ കാര്യം, ഇന്നലെ മനോരമ ന്യൂസ് ചാനലിൽ വന്ന ഒരു വാർത്തയാണ്. കാരണം അദ്ദേഹത്തിന് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടെങ്കിലും അത് പോലീസുകാർ വനം വകുപ്പിനെ അറിയിച്ചിട്ടില്ല. അങ്ങനെ ഒരു വിഷയം. അതപ്പോൾ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് വനം വകുപ്പ് അവിടെ എത്തിയതും വേടനെ കൊടുക്കാൻ ശ്രമിച്ചതും. അതപ്പം ഈ സർക്കാർ വനം വകുപ്പിനെതിരെ ശക്തമായ നടപടികളും അതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്ക് നടപടി പൂർണ്ണമായിട്ട് ഈ സിസ്റ്റത്തെ വന്ന പാകപ്പിഴകളൊക്കെയും തിരുത്തണമെന്ന് പറയുന്നു. ആദ്യം എന്ന് തന്നെ പറയട്ടെ. പിന്നീട് ഇതിന് പിറകിൽ പ്രവർത്തിച്ച നിഗൂഢ ശക്തികളുടെ സോഴ്സിനെ കണ്ടെത്തുക എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു കടമയാണത്. ഈ പൊതുജനങ്ങളുടെ മുന്നിൽ സർക്കാർ അത് വെളിപ്പെടുത്തണമെന്നും കൂടി പറയുന്നു. അതാണ് ഏറ്റവും നല്ലത്. കാരണം വേടന് ഇപ്പോൾ ജീവനോപാധികൾക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും ഭീഷണിയായിട്ട് നിൽക്കുന്ന വരേണ്യവർഗത്തിൻ്റെ കുതന്ത്രങ്ങളൊക്കെയും നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ പാട്ടിലെ കുതന്ത്രം എന്നുള്ള പാട്ട് ഇപ്പം അന്വർത്ഥമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് സർക്കാർ ആ കുതന്ത്രങ്ങളിൽ വീഴാതെ സത്യസന്ധമായിട്ട് ഈ കേസ് അന്വേഷിക്കണം. അതിന് ഗൂഢാലോചന നടത്തിയ ഉദ്യോഗസ്ഥരെയും അതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളെയും കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങൾ പൊതുജനങ്ങൾക്ക് വേടനെ ആവശ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഉദാഹരണം, കിളിമാനൂരിൽ നടന്ന സ്റ്റേജ് പ്രോഗ്രാമാണ്. വേടന് ജീവന ആപത്തായ രീതിയിലാണ് അവിടെ ആ സ്റ്റേജ് നിർമ്മിച്ചത്. അത് വീഴ്ചയൊന്നും കരുതാൻ പറ്റത്തില്ല. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് അറിയത്തുള്ളൂ അവിടുത്തെ സ്ഥലത്തിൻ്റെ നിജസ്ഥിതികളൊക്കെ. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അതിന് നമ്മുടെ കാഴ്ചപ്പാടിൽ വേടന് അപകടം സൃഷ്ടിക്കുന്ന രീതിയിലാണ് അവിടെ സ്റ്റേജുകളൊക്കെ നിർമ്മിച്ചത്. എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ ചെറിയൊരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ ആദ്യം വേടനാണത് പണി കിട്ടുന്നത്. അത് ഈ വേടനെതിരെ പ്രവർത്തിക്കുന്ന വൻ ശക്തിയുടെയൊക്കെ പ്രവർത്തനങ്ങളാണെന്നാണ് നമ്മുടെയൊക്കെ ധാരണ. അതാണ് രണ്ടാമത്തെ ഉദാഹരണം. കാരണം അവിടെ ആ പ്രോഗ്രാം നടക്കാതിരുന്നപ്പോൾ ആ സംഘാടകർക്ക് കൃത്യമായിട്ടും ആ കാണികളെ വിവരം അറിയിപ്പിക്കാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റേജിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടെക്നീഷ്യന് ജീവഹാനി സംഭവിക്കുകയും അതിനെ തുടർന്നാണ് ആ പ്രോഗ്രാം ആയത് എന്ന് അറിയാത്ത ജനസാഗരമായിരുന്നു അവിടെ. അവരെ അത് അറിയിപ്പിക്കുക എന്നുള്ളതായിരുന്നു സംഘാടകരുടെ ഉത്തരവാദിത്വം. പക്ഷേ അതവർ നിർവഹിക്കാതെ അവർ വേടനെ അവിടെ ഇട്ടുകൊടുക്കുകയായിരുന്നു ചെയ്തത്. കാരണം വേടൻ അന്ന് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്ന ലോകം അറിയത്തില്ലായിരുന്നു ആ കാര്യം. അത് വേടനെ എങ്ങനെ കുരുക്കാം, അല്ലെങ്കിൽ വേടനെ എങ്ങനെ മനസ്സുകളിൽ നിന്ന് അകറ്റാമെന്നാണ് ആ കമ്മിറ്റിക്കാർ ആദ്യം ആലോചിച്ചത്. അവസാനം മുതൽ അവസാനം വരെ. അതിന് ഒന്നാമത്തെ ഉദാഹരണമാണ് അത്. പിന്നെ രണ്ടാമത്തേത്, ഈ വേടർ ഗിരിജൻ വേടർ മഹാസഭ എന്ന് പറഞ്ഞ ആ സംഘടനയിലെ അംഗം പോലും അല്ലാത്ത ഒരു വ്യക്തിയാണ്
അദ്ദേഹത്തിനെതിരെ ആ സംഘടനയുടെ പേരിൽ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തത്. അദ്ദേഹം ആരുടെയോ പ്രേരണപ്രകാരമാണ് ആ കേസ് അവിടെ കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലായി. കാരണം അവരുടെ ഇൻ്റർവ്യൂകളിലൊക്കെ ആ സംഘടനയിലെ ഇൻ്റർവ്യൂകളൊക്കെ പൊതുജനം കണ്ടു കാണുമല്ലോ. അപ്പം അതും അദ്ദേഹത്തിന് പിന്നിൽ വൻ ശക്തികളാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ ഒന്നിൽ വേടനെ അപകടപ്പെടുത്തുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാരിയർ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ ആൾക്കാരൊക്കെ പ്രവർത്തിക്കുന്നത്. കാരണം ഇന്നലെ വൈകിട്ടത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അദ്ദേഹം 9 വർഷമായിട്ട് ഈ സംഘടനയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അദ്ദേഹം സാമ്പത്തിക ക്രമക്കേട് നടത്തുന്ന ഒരാളാണെന്ന്, അതായത് ശാസ്താംകോട്ട മണി എന്ന് പറയുന്ന ആൾ ആ സംഘടനയിലെ ഭാരവാഹികളാണ് കൃത്യമായിട്ടും ബോധിപ്പിച്ചത്. അപ്പം അതിൻ്റെ പിന്നിലും അദ്ദേഹത്തിന് ഒരു നക്കാപ്പിച്ച പൈസ കൊടുത്തിട്ട് ഈ വൻ ശക്തി, അതായത് വരേണ്യവർഗം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കൂടുതലിട്ട വ്യക്തികളെ മാത്രമല്ല വരേണ്യവർഗം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇക്കാലത്തെ വേടനെയും അതായത് സാമുദായിക ശക്തികളെയും ഒക്കെ നമ്മൾ വിളിക്കുന്ന ഒരു ഓമന പേരാണ് വരേണ്യവർഗം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ. കാരണം കാശുള്ളവനും അധികാരമുള്ളവരും ഒക്കെയാണ് ആ വരേണ്യവർഗം. നമ്മളെപ്പോണക്കുള്ള സാധാരണ ആൾക്കാരാണ് വേടനെ കൂടുതലും നെഞ്ചോടി ചേർത്ത് കൊണ്ടു നടക്കുന്നത്. ആ ജീവിതം അല്ലെങ്കിൽ ആ ജീവൻ നമുക്ക് വിലപ്പെട്ടതാണ്. ഈ വരേണ്യവർഗത്തിന് ഒരു കാരണവശാലും അതിൻ്റെ ആവശ്യമില്ല. കാരണം അവർക്കൊക്കെ സാമ്പത്തികമായിട്ടും അധികാരപരമായിട്ടും എല്ലാം അവർക്ക് നല്ല പ്രാപ്തരാണ് അവർ. പക്ഷേ നമ്മളെപ്പോണക്കുള്ള സാധാരണ ജനങ്ങൾക്കാണ് വേടനെ ആവശ്യം. അതുകൊണ്ട് നമ്മുടെ കയ്യിലാണ് ഇപ്പോൾ വേടൻ്റെ ജീവനും ഒക്കെ ഉത്തരവാദിത്വമുള്ളത്. അതുകൊണ്ട് പൊതുജനം എപ്പോഴും കരുതിയിരിക്കുക. വേടനെതിരെ ഏത് നിമിഷവും അറ്റാക്ക് ഉണ്ടാകാം. അതുകൊണ്ട് പൊതുജനം കരുതുക. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സർക്കാരും അദ്ദേഹത്തിന് നല്ല സെക്യൂരിറ്റി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ചെറിയ ഒരു വീഡിയോ ഞാൻ വൈൻഡ് ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നമ്മുടെ ചാനലിനുണ്ടാകണം. നിങ്ങളുടെ ഓരോരുത്തരെയും എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ ചാനലിന് മുന്നോട്ട് പോകാൻ നമുക്കൊരു ധൈര്യം ഉണ്ടാവും. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ.